Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ചൈനീസ് ഡിഷാണ്. ചൈനീസ് ഡിഷ് എന്ന് പറയുമ്പോൾ ഒരു വെജ് മഞ്ചൂറിയൻ. ഇവിടെ കേരളത്തിൽ കിട്ടുന്ന മഞ്ചൂറിയനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മഞ്ചൂറിയൻ. എനിക്ക് തോന്നുന്നു നോർത്ത് സൈഡിലേക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ സൗത്ത് സൈഡിലേക്ക് ഞാൻ അധികം കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു വെജ് മഞ്ചൂറിയൻ. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ വെജ് മഞ്ചൂറിയന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എടുത്ത് വെച്ചു. ആക്ച്വലി നമ്മളിന്ന് ക്യാബേജ് വെച്ചിട്ട് ആണ് വെജ് മഞ്ചൂറിയൻ ഉണ്ടാക്കുന്നത്. ക്യാബേജ് വേണം. ഒരു ചെറിയൊരു ഷിംല മിർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു ഉള്ളിയുടെ ആവശ്യമുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ചൈനീസ് ഡിഷിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് വെളുത്തുള്ളി ശരിക്കും. പിന്നെ ഇഞ്ചിയുടെ പേസ്റ്റാണ് കേട്ടോ അത്. കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല. പിന്നെ നമ്മളുടെ ഈ ഗരം മസാല ചേർക്കുന്നത് നമ്മളുടെ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഇതിനകത്തൊരു ഗരം മസാലയുടെ ചെറിയൊരു, അത് അധികം ഫ്ലേവർ ഉണ്ടാകാൻ പാടില്ല, ചെറിയൊരു ഫ്ലേവറാണ് ഗരം മസാല കൊടുക്കുന്നത്. പിന്നെ ഇത് കോൺ സ്റ്റാർച്ച്, ഇത് മൈദ. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ചൈനീസ് ഡിഷിനൊക്കെ ഓൾറെഡി വേണ്ടതായിട്ടുള്ള സോയാ സോസ്, ചില്ലി സോസ്, അത് ടൊമാറ്റോ കെച്ചപ്പ്, ഇത് മൂന്നുമാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ വേണ്ട ഐറ്റംസ് ഇത്. പിന്നെ കുറച്ച് ഉപ്പ്. ഇതും കൂടെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെജ് മഞ്ചൂരിയൻ റെഡിയാവും. ആദ്യം നമ്മൾ ഈ ക്യാബേജ് ഏറ്റവും ചെറുതായിട്ട് കുരുകുരാന്നരിഞ്ഞെടുക്കണം. അതിന് കൊത്തി അരിഞ്ഞ് തന്നെ എടുക്കണം. കാരണം ഒരിക്കലും അതിനകത്ത് നീളത്തിലുള്ള പീസ് ഉണ്ടാവാൻ പാടില്ല. വളരെ ചെറിയ പീസുകളാക്കി കൊത്തി അരിഞ്ഞ് ആദ്യം ക്യാബേജ് എടുക്കണം. ആദ്യം ഇത് ക്യാബേജ് കൊത്തി അരിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യണ പരിപാടിയാണ്. അത് ആദ്യം ക്യാബേജ് കൊത്തി അരിയിട്ട കേട്ടോ. നമ്മൾ ക്യാബേജ് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഈ അരിഞ്ഞ് വെച്ച ക്യാബേജ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടണം. പാത്രത്തിലേക്ക് ഇട്ട ശേഷം, കാരണം നമ്മൾ ഈ പ്ലേറ്റിലടിക്കലും നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്കിനി കുറച്ച് കോൺഫ്ലവറും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യണം. പിന്നെ നമ്മളിതിനകത്ത് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചതച്ച് വെച്ചതിട്ടു. ഇഞ്ചിയുടെ പേസ്റ്റായിട്ടാണ് കേട്ടോ. ഇഞ്ചി ഇപ്പം അധികം അവൈലബിൾ അല്ല, നമ്മളുടെ പറമ്പിൽ ഇഞ്ചിയൊക്കെ തീർന്നിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഇതിനകത്ത് ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് ഉണ്ട പോലെ ഉരുട്ടിയെടുത്തതിന് ശേഷമാണ് നമുക്കത് വറുത്ത് കോരേണ്ടത്. അപ്പോൾ കുറച്ച് കോൺഫ്ലവറാണ് കേട്ടോ അത്, കോൺഫ്ലവറിൻ്റെ പൊടി അത്. പിന്നെ കുറച്ച് കോൺഫ്ലവർ കൂടുതലും, മൈദ കുറച്ച്, അതെന്താ തമ്മിൽ മിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട്, ജോയിൻ ചെയ്ത് പിടിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് മൈദ യൂസ് ചെയ്യണത്. മൈദ കുറച്ച് യൂസ് ചെയ്യുക, പക്ഷേ കോൺഫ്ലവർ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നില്ല. നമുക്കിതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, ഗരം മസാല അതും കൂടി ചേർക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്, മിക്സിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ചെറുതായിട്ട് വെള്ളം തളിച്ച് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കോരി എല്ലാത്തിലും ഞാൻ പറയുന്നത് പോലെ വെള്ളം നമുക്ക് ഒരുപാട് കോരി ഒഴിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കൂടിപ്പോയാൽ പിന്നെ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓരോരോ സാധനങ്ങൾ. അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് ഈ ബോണ്ടിങ് ആയിട്ട് ഇതിനകത്ത് ഈ എന്താ പറയുക, ക്യാബേജ് വറുത്തെടുക്കുമ്പോൾ മിക്സ് ചെയ്യാനായിട്ട്, അതിന് വേണ്ടിയിട്ടാണ്, ഇത് തമ്മിൽ ഒട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദയും കോൺ സ്റ്റാർച്ചൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടത് മിക്സ് ആയി. നമ്മൾ മൈദയും കോൺഫ്ലവറും ഇട്ടു. കോൺഫ്ലവർ കുറച്ചുകൂടി കൂടുതലാവണം. കാരണം മൈദയുടെ ഇതിനേക്കാളും കൂടുതൽ കോൺഫ്ലവറിൻ്റെ ഇതാണ് കൂടുതൽ ചേർക്കേണ്ടത്. മൈദ 2 സ്പൂണിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട. കോൺഫ്ലവർ നമുക്കിത് ചേർത്ത് കൂട്ടി യോജിപ്പിച്ചെടുക്കാൻ പാകത്തിന് കോൺഫ്ലവർ യൂസ് ചെയ്യണം. കാരണം ചൈനീസ് ഡിഷിൻ്റെ പ്രത്യേകത എപ്പോഴും ഈ കോൺഫ്ലവറാണ് കേട്ടോ. ക്യാബേജ് മിക്സ് ചെയ്ത്, ക്യാബേജും
കോൺഫ്ലവറും മൈദയും കൂടി മിക്സ് ചെയ്ത് വെച്ച ഒരു ബാറ്ററാണിത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ പതുക്കെ റൗണ്ട് ഉരുട്ടി ഇതാണ് നമ്മൾ മുക്കി പൊരിച്ചെടുക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. എനിക്ക് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത്ര ഷേപ്പായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ വെള്ളം ഒഴിക്കണം, വളരെ ശ്രദ്ധിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വറക്കുന്ന പ്രോസസ്സ്. ബോളുകളൊക്കെ ഉരുട്ടി വറുത്തെടുത്ത് മാറ്റി വെച്ചു. ഇതിന് ശേഷം ഇനി കറിയാക്കാനുള്ള ഗ്രേവിയുടെ ഐറ്റംസാണ് ഈ കൊണ്ടുവച്ചിട്ടുള്ളത്. ഉള്ളിയും ചെറിയ സവാള ഉള്ളി, ഷിംല മിർച്ച്, ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചിയുടെ പേസ്റ്റ്, പിന്നെ നമ്മുടെ സോസുകൾ, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, പിന്നെ നമ്മളിതിനകത്ത് കുറച്ച് കോൺഫ്ലവർ പൗഡർ ഒന്ന് വെള്ളത്തിൽ കലക്കി അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് അതും കൂടെ യൂസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മളിനി ഗ്രേവി ആക്കുന്നതിനുള്ള വേണ്ടുന്ന സാധനങ്ങൾ. നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ എണ്ണ. നമ്മൾ എപ്പോഴും ചൈനീസ് ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അത് ആഡ് ചെയ്തു. ഇതൊക്കെ ഫ്ലെയിം നല്ല ചൂട് തന്നെ ആയിരിക്കണം കേട്ടോ, കാരണം ഇത് ഒരുപാട് വെന്ത് അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് നല്ല ചൂട് തന്നെ വെച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, ഒരു ചെറിയ ഉള്ളി, സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന സമയം പിന്നെ നമ്മളുടെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്തു. ചൈനീസ് ഡിഷിനൊന്നും ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ല, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതും വഴന്നിട്ടുണ്ട്. ഇതൊന്നും അധികം വെന്ത് റെഡ് കളറാവോ ഗോൾഡൻ കളറാവോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും വേണ്ട. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്ന സോസുകളാണ്. ആദ്യം സോയാ സോസ്, കുറച്ച് സോയാ സോസ് ഒഴിച്ചു. റെഡ് ചില്ലിയുടെ പേസ്റ്റാണ് നല്ലത്. എൻ്റെ കയ്യിൽ റെഡ് ചില്ലിയുടെ പേസ്റ്റ് തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഗ്രീൻ ചില്ലിയുടെ പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഒരു 1.5 സ്പൂണോളം നമ്മൾ ഗ്രീൻ ചില്ലിയുടെ പേസ്റ്റ് യൂസ് ചെയ്തു. നമ്മൾ കടകളിൽ പോകുമ്പോൾ അവർ ഇതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് കളർ ആഡ് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ കളേഴ്സൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ടൊമാറ്റോ കെച്ചപ്പ് അത് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാം. പിന്നെ ഈ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയുണ്ട്, കുറച്ച് വിനാഗിരി. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ ഓർത്തില്ല കേട്ടോ അത് പറയാനായിട്ട്. ഒരു സ്പൂൺ വിനാഗിരി കൂടി യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ചൈനീസ് ഡിഷിൽ മധുരം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് സ്വീറ്റ് ആൻഡ് സോറാണ് ചിലർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യാം. അത് നിർബന്ധമില്ല കേട്ടോ, ചിലർക്ക് അതിനകത്ത് വലിയ ടേസ്റ്റിന് ഇഷ്ടം ഉണ്ടാവില്ല, അവർ സ്കിപ്പ് ചെയ്തേക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ശകലം പഞ്ചസാര
അതിനെപ്പോഴും ചൈനീസ് ഡിഷിന് ഒരു സ്വീറ്റ് ആൻഡ് സോർ ടേസ്റ്റാണ് ആക്ച്വലി ഇതിനകത്ത് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പഞ്ചസാര കൂടി ആഡ് ചെയ്തത്. അപ്പോൾ എരിവായി, പുളിയായി. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ വറുത്ത് വച്ചിരിക്കുന്ന നമ്മളുടെ ബോൾസ് എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ ഇത്തിരി വെള്ളത്തിൽ കലക്കി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെജ് മഞ്ചൂരിയൻ എന്താ പറയുക, തീക്കാസ വെജ് മഞ്ചൂരിയൻ റെഡിയാവും. ഇതിൻ്റെ ഒരു സ്മെല്ല് വളരെ നല്ല ഒരു സ്മെല്ല് ഇവിടെ വരുന്നുണ്ട്. കാരണം നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കളറ് വരുമ്പോൾ ഉണ്ടോ, അതിൻ്റെ ഒരു കളറ് തന്നെ എൻ്റയർലി ഡിഫറെൻ്റായി. ഇനി നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് കട്ടയില്ലാതെ എടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം എന്നുള്ളത് ഈ സമയത്താണ് നമ്മൾ തീരുമാനിക്കുന്നത്. കാരണം ഗ്രേവി ചപ്പാത്തിക്കൊക്കെയാണ് നമ്മളിത് കറി ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് ഗ്രേവി ഇല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല. ചോറിനാണെങ്കിലും ഫ്രൈഡ് റൈസിനാണെങ്കിലും കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിനി തിക്കായിക്കൊണ്ടിരിക്കും, കട്ടിയായിക്കൊണ്ടേയിരിക്കും. കട്ടിയായി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മളുടെ വെജ് മഞ്ചൂരിയൻ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമ്മളൊരു ശകലം കുരുമുളക് പൊടി, അതിനൊരു ടേസ്റ്റ് വരാനും അതിനൊരു എരിവ് വരാനും കൂടിയിട്ടാണ് കുരുമുളക് പൊടി യൂസ് ചെയ്യാൻ. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളത് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവി പിന്നെയും തിക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേനും കുറുകിയിട്ട് അത് കറക്റ്റ് ആയിട്ട് വന്നോളൂ. അപ്പോൾ ഞാനിതിവിടെ ഓഫ് ചെയ്യണം കേട്ടോ. ഇത്രയും സമയം കൊണ്ട് നമ്മളുടെ ഒരു എന്താ പറയുക കറക്റ്റ് ചൈനീസ് ഡിഷായിട്ടുള്ള വെജ് മഞ്ചൂരിയൻ കണ്ടോ. ഇതിനകത്ത് കിടക്കുന്ന ബോളുകൾ ഒന്നുപോലും പൊട്ടുമോ, കാരണം അതിൻ്റെ ഉള്ള ആ ഗ്രേവിയിൽ കിടന്ന് ഇനി അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ചൈനീസിൻ്റെ ഡിഷിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഡിഷ്, എനിക്ക് തോന്നുന്നു ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ഡിഷൊന്നുമല്ല, ഇത് വളരെ റെയറായിട്ടുള്ളൊരു ഡിഷ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരിൽ നിന്നും വേറിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഡിഷ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് പറയുക ഇതെങ്ങനെയാണ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഷെയറും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ പ്രചോദനമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടുപോകാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം. കാരണം പലരും അത് കണ്ടിട്ട് ഒരു മെസ്സേജ് പോലും ഇടാതെ പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. നല്ലതായിരുന്നെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ട്രൈ ചെയ്യാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ചെയ്യുന്നവർക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.